ചാനൽ ഇഷ്ടപ്പെട്ടിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ രണ്ടും ഒന്ന് ചെയ്യണേ. അതുമാത്രമല്ല നിങ്ങളെ അഭിപ്രായങ്ങൾ മറക്കണ്ട് കമൻറ്റും ചെയ്യണേ. അപ്പോൾ അധികം ഒന്നും പറയാണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം. നമ്മൾ അവസാന എപ്പിസോഡിൽ കണ്ടത് നമ്മളെ പെണ്ണിൻ്റെ അടുത്ത് ബെഞ്ച് ആണെങ്കിൽ റോൾ നമ്പർ 1 ആണെന്ന് പറഞ്ഞിട്ട് നമ്മളെ സാങ്ങിൻ്റെ ആ ഒരു പേര് കൊടുക്കുന്ന ടൈം നമ്മളെ പെണ്ണിന് മൊത്തമായിട്ട് കൺഫ്യൂഷൻ ആവുന്നതായിരിക്കും. അങ്ങനെ പിറ്റേ ദിവസം അവളാണെങ്കിൽ സ്കൂളിൽ വന്നിട്ട് ഈ ഒരു എൻട്രൻസ് എക്സാമിൽ റോൾ നമ്പർ 1 ആരാളെ എന്നുള്ള കാര്യം നോക്കുന്നുണ്ടാവും. നോക്കുന്ന ടൈം നമ്മളെ ചെക്കൻ, അതായത് നമ്മളെ സാങ്ങിന്റെ പേര് തന്നെയായിരിക്കും ഉണ്ടാവുക. നമ്മളെ പെണ്ണാണെങ്കിൽ ഇങ്ങനെ ആലോചിക്കുക, സാങ് ആണെങ്കിൽ എക്സാമിന് വന്നിട്ടില്ല, പിന്നെ അവൻ എപ്പോൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവുക, അവനിനി ആത്മഹത്യ ചെയ്യൂലേ, എല്ലാം എൻ്റെ തോന്നലായിരിക്കും. അങ്ങനെ ഇങ്ങനെ 100 കൂട്ടം ടെൻഷൻ നമ്മളെ പെണ്ണിന്റെ തലയിലൂട്ട് പോകുന്നുണ്ടാവുമായിരിക്കും. അവക്കാണെങ്കിൽ ഒന്നിനും ആൻസർ കിട്ടുന്നുണ്ടാവില്ല. ഇതേ ടൈം നമ്മളെ ബെഞ്ചിമേറ്റിനാണെങ്കിൽ പഠിക്കാൻ ഒട്ടും താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ അവൻ്റെ ഡ്രീമിന് വേണ്ടിയിട്ട് അവനാണെങ്കിൽ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോയിട്ടുണ്ടാവുമായിരിക്കും. അവിടെ ഇരിക്കുന്ന ടൈം ഗാവ് ആണെങ്കിൽ വിളിച്ചിട്ട് അവനോട് ഇവിടെയെല്ലാം ഓക്കെ അല്ലേ, നിനക്കൊരു കുഴപ്പമൊന്നുമില്ലല്ലോ, നീ ആണെങ്കിൽ ഫസ്റ്റ് ടൈമാണ് ഇതുപോലത്തെ അറിയാത്ത സ്ഥലത്തേക്ക് പോകുന്നത്, നീ ഓക്കെ ആണോ എന്ന് എക്സ്പെഷ്യലി ചോദിക്കുന്നുണ്ടാവുമായിരിക്കും. നമ്മളെ ചെക്കനാണെങ്കിൽ പറയും ഇവിടെയുള്ള എല്ലാവരും ഭയങ്കര മോട്ടിവേറ്റഡ് ആണ്, എനിക്കൊരു കുഴപ്പമില്ല എന്നൊന്നും പറയുന്നുണ്ടാവും. പിന്നെ രാത്രി ആകുന്ന ടൈം നമ്മളെ പെണ്ണും സാങ്ങും കൂടിയിട്ടാണെങ്കിൽ ഒരു പെറ്റ് ഷോപ്പിലേക്ക് വരും. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ചെക്കന് എബ്രോഡ് പോകുന്നല്ലേ, അപ്പൊ അതിന്റെ തിയറി എക്സാമിന് വേണ്ടിയിട്ട് ഒരു പെറ്റ് ഷോപ്പിന്നായിരിക്കും വർക്ക് ചെയ്യേണ്ടി വരും. അതുകൊണ്ടായിരിക്കും ഇവർ രണ്ടാളും പോകുന്നുണ്ട്. അപ്പൊ നമ്മളെ ചെക്കന് മാത്രമല്ലേ എക്സാം ഉള്ളൂ, അതുകൊണ്ട് അവൻ അകത്തേക്ക് പോയിട്ട് നമ്മളെ പെണ്ണ് പുറത്തിരിക്കുന്നുണ്ടായിരിക്കും. ഇതേ ടൈം ആ ഒരു ചെക്കനില്ലേ അവനാണെങ്കിൽ ഇവക്ക് മെസ്സേജ് അയച്ചിട്ടാണെങ്കിൽ പറയും, നീ പറഞ്ഞതുപോലെ തന്നെ ഞാനാണെങ്കിൽ എൻട്രൻസ് എക്സാമിന് പാസ്സായി, എന്റെ ആഗ്രഹം പോലെ തന്നെ നമ്മൾ രണ്ടാളും ഒരേ കോളേജിലെ ഇനി പഠിക്കാൻ പോകുന്നെന്ന് പറയേ. ഇവക്കാണെങ്കിൽ ഇവന്റെ കൂടെ പഠിക്കാൻ ഒട്ടും താല്പര്യം ഉണ്ടാവില്ല, അവൻ തന്നെയായിരിക്കും ഇങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടാവുക. എന്നിട്ട് ഇവളാണെങ്കിൽ മനസ്സിൽ പറയും, ഈ ഒരു കുരിപ്പ് ഇതെന്തെല്ലാം പറയുന്നതെന്ന് വിചാരിക്കുന്ന അതേ ടൈം ഇവനാണെങ്കിൽ ഇവളെ ഫോൺ വിളിക്കുന്നുണ്ടാവുമായിരിക്കും. എന്നിട്ട് അവനാണെങ്കിൽ പറയും, നമ്മൾ രണ്ടാളും ഇനി ഇങ്ങനെ ഒരേ കോളേജിൽ പഠിക്കാൻ പോകുന്നതാണ്, അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ എന്തല്ലോ പറഞ്ഞു കൊണ്ട് നിൽക്കുന്നുണ്ടാവുമായിരിക്കും. പിന്നെ അവൻ കോള് നോക്കുന്ന ടൈമായിരിക്കും, അവൾ നേരത്തെ കോള് കട്ട് ചെയ്തിട്ട് പോകുന്നുണ്ടാവുമായിരിക്കും. ഇവനാണെങ്കിൽ ഇവക്ക് ഈ പെണ്ണ് ഒരു വിലയില്ലല്ലോ, എന്തെങ്കിലും വില ഉണ്ടാക്കി എടുക്കണം എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ട് അവക്കാണെങ്കിൽ മെസ്സേജ് അയച്ചിട്ട് പറയും, എനിക്കറിയാം നിനക്ക് ഭയങ്കര നാണായത് കൊണ്ടാണ് നീ ഒന്നും എൻ്റെ അടുത്ത് തുറന്ന് പറയാണ്ട് നിൽക്കുന്നത്, നമ്മൾ ഒരേ കോളേജിൽ പഠിക്കുന്ന ടൈം നിനക്ക് ഞാൻ എൻ്റെ ബാസ്കറ്റ് ബോൾ കളിക്കുന്ന എല്ലാ സ്ഥലവും കാണിച്ചു തരാന്നൊക്കെ പറയുന്നുണ്ടാവും. ഇവളാണെങ്കിൽ ഇവനെ കൊണ്ട് ഭയങ്കര ടോർച്ചർ ആയല്ലോ ഭഗവാൻ എന്ന് വിചാരിച്ചിട്ട് ആയിരിക്കും അവിടെ ഇരിക്കുന്നുണ്ടാവുക. അങ്ങ് തിയറി പഠിക്കാൻ വന്നിരുന്ന പറഞ്ഞത്, തിയറി അല്ല കേട്ടോ, പ്രാക്ടിക്കൽ ആയിരിക്കും. അങ്ങനെ നമ്മളെ ചെക്കനാണെങ്കിൽ അകത്തുനിന്ന് ഓടി വരുന്നതായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക. സംഭവം എന്നാ ആ ഒരു പെറ്റിന്റെ കാര്യങ്ങളും അതൊക്കെ പഠിക്കണമെങ്കിൽ കുറച്ച് കഷ്ടപ്പാടാണല്ലോ. അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ ഇതൊന്നും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് പുറത്ത് വന്നിട്ട് ഒരേ വോമിറ്റിംഗ് ആയിരിക്കും. നമ്മളെ പെണ്ണും എന്നാണെന്ന് ചോദിക്കുന്ന ടൈം അവനാണെങ്കിൽ പറയും, തിയറി ഞാൻ എങ്ങനെയെങ്കിലും പഠിച്ചെടുക്കും, പക്ഷേ ഈ ഒരു പ്രാക്ടിക്കൽ എന്നെ കൊണ്ട് പറ്റുന്നേ ഇല്ല എന്ന് പറയും. അവളാണെങ്കിൽ പറയും, എന്നാ പിന്നെ കുഴപ്പമില്ല, നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് രണ്ടാളും നടക്കുന്ന ടൈം ഇവളാണെങ്കിൽ അവനെ തന്നെ നോക്കുക. അവനാണെങ്കിൽ എന്നാണെന്ന് ചോദിക്കുന്ന ടൈം അവളാണെങ്കിൽ പറയും, നീ ഇങ്ങനെ എബ്രോഡ് പോകേണ്ട ഒരാവശ്യമില്ല, നിനക്കാണെങ്കിൽ ഇങ്ങനെ വെറ്റിനറി ഡോക്ടറല്ലേ ആവേണ്ടത്, അത് നമുക്ക് ഇവിടുന്ന് പഠിച്ചൂടെ, നീ എന്തിനാ എബ്രോഡ് പോകുന്നത്, പണ്ട് ഞാൻ തന്നെ നിന്നോട് എബ്രോഡ് പോകാൻ പറഞ്ഞത്, പക്ഷെങ്കിൽ ഇപ്പൊ വേണ്ട, നമ്മളെ കോളേജിലാണെങ്കിൽ ഇങ്ങനെ വെറ്റിനറി ഡോക്ടർ ആകാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, അതൊക്കെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്, അതാകുമ്പോൾ നമുക്ക് രണ്ടാക്കും ഒരേ കോളേജിൽ പഠിക്കാലോ എന്നൊക്കെ പറയുന്നുണ്ട്. അവർക്ക് നമ്മളെ ചെക്കനും ഇവള് പറയുന്നത് അത്ര വിശ്വസിക്കാൻ പറ്റാത്തത് കൊണ്ട് അവനാണെങ്കിൽ നീ ഇങ്ങനെ സീരിയസ് ആയിട്ട് അതോ പറയുന്നതെന്ന് ചോദിക്കുന്ന ടൈം അവളാണെങ്കിൽ പറയും, ഞാൻ സീരിയസ് ആയിട്ടാ പറയുന്നതെന്ന് പറയേ. ഇവനാണെങ്കിൽ 2 മിനിറ്റ് അവളെ കൈത ഇതുപോലെ പിടിച്ചിട്ട് നിന്നിട്ട് അവളോടാണെങ്കിൽ പറയും, നിനക്ക് ഞാൻ നിന്റെ കൂടെ നിൽക്കണം, ഇവിടെ വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ എബ്രോഡ് പോകുന്നില്ല എന്ന് പറയും. ഇത് കേൾക്കുന്ന ടൈം നമ്മളെ പെണ്ണിന് ഭയങ്കര ഹാപ്പി ആകും. അവനാണെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ഫോം ആണെങ്കിൽ എബ്രോഡിലേക്ക് അയക്കണല്ലോ, ആ ഒരു സംഭവമാണെങ്കിൽ നമ്മളെ പെണ്ണിനോട് തന്നെ കീറിക്കളഞ്ഞു എന്ന് പറയേ. അവളാണെങ്കിൽ ഭയങ്കര ഹാപ്പിയിൽ അതിങ്ങനെ കീറിക്കളയുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് നമ്മളെ പെണ്ണാണെങ്കിൽ വീട്ടിൽ പോയിട്ട് കുത്തിയിരുന്ന് പഠിക്കുന്നതായിരിക്കും. അവളെ അമ്മയാണെങ്കിൽ വന്നിട്ട് മോള് പോയിട്ട് ഉറങ്ങിക്കോന്നൊക്കെ പറയുന്നുണ്ടായിരിക്കും. പക്ഷെ അവളാണെങ്കിൽ പറയും, അമ്മ പോയിക്കോ, എനിക്ക് കുറച്ചും കൂടി പഠിക്കാനുണ്ട് എന്ന്. ഇത് കേൾക്കുന്ന ടൈം അമ്മക്ക് ഭയങ്കര സന്തോഷവും. കാരണം എന്നാ നമ്മളെ മോള് കഷ്ടപ്പെട്ട് പഠിക്കുന്നല്ലേ, അതുകൊണ്ട് തന്നെ അവളിങ്ങനെ പഠിക്കുന്നത് അമ്മ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല. അവളിങ്ങനെ കുത്തിയിരുന്ന് പഠിക്കാൻ ഒരു കാരണം ഉണ്ടാവുമായിരിക്കും. കാരണം നമ്മളെ ചെക്കനാണെങ്കിൽ ആ ഒരു വെറ്ററിനറി സ്കൂളിലേക്ക് പോകുന്ന ആ ഒരു ഫോമില്ലേ, ആ ഒരു ഫോം ആണെങ്കിൽ കീറി കളയുന്ന ടൈം നമ്മളെ പെണ്ണിനോട് പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും, നീ ഇനി മുതൽ ആത്മാർത്ഥമായിട്ട് പഠിക്കണം, ഒരു ഷോർട്ട് കട്ടും എടുക്കാൻ പാടില്ല, കോപ്പി അടിക്കാനോ ഒന്നും നീ ചെയ്യാൻ പാടില്ല എന്ന്. അതുകൊണ്ടായിരിക്കും നമ്മളെ പെണ്ണാണെങ്കിൽ ഇപ്പൊ ആത്മാർത്ഥമായിട്ട് പഠിക്കുന്നുണ്ടാവുക. അത് മാത്രമല്ല അവൾക്ക് ഇങ്ങനെ ഓർമ്മയില്ല, അതായത് അവള് ഫ്യൂച്ചറിലുള്ള ടൈം അവൾക്ക്
ഓർമ്മയുള്ള ക്വസ്റ്റ്യൻ ഒക്കെ അവൾ എഴുതി വെച്ചിട്ടുണ്ടാവും. അതെല്ലാം അവൾ ഇങ്ങനെ കീറി കളയുന്നുണ്ടാവും. കാരണം നമ്മൾ സാങ്ങിന് കൊടുത്ത വാക്ക് പാലിക്കേണ്ടിട്ട് പഠിക്കുന്നതോ പോട്ടെ, പിറ്റേ ദിവസം ആകുന്ന ടൈം സാങ് ആണെങ്കിൽ ഒരു ലോഡ് ബുക്ക് എടുത്തിട്ട് അവളെ മുന്നിൽ വരുന്നുണ്ടാവും. കാരണം ഇനി എക്സാമിന് ആകെ 40 ദിവസമേ ഉണ്ടാവുള്ളേ. അതുകൊണ്ട് തന്നെ ഇവളെ എങ്ങനെയെങ്കിലും പഠിപ്പിച്ചിട്ടേ അടങ്ങും എന്നുള്ളൊരു ഭാവത്തിലായിരിക്കും സാങ് ഉണ്ടാവുക. ഇവളും ആണെങ്കിൽ സാങ് പറയുന്നത് കേട്ടിട്ട് നല്ലോണം പഠിക്കുന്നുണ്ടാവും. അങ്ങനെ എൻട്രൻസ് എക്സാമിന്റെ മുന്നേ നമുക്കാണെങ്കിൽ ഒരു 100 കൂട്ടം എക്സാം വരുന്നുണ്ടാവില്ലേ, അതായത് ഇങ്ങനെ മിഡിൽ എക്സാം അങ്ങനെ ഇങ്ങനെയുള്ള ഓരോ എക്സാം. അതുപോലെ തന്നെ ഇവക്കാണെങ്കിൽ ഒരു ടെസ്റ്റ് വെക്കുന്നുണ്ടാവും. ആ ഒരു ടെസ്റ്റിലാണെങ്കിൽ അവളും ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും. കാരണം അവള് കുറച്ചെങ്കിലും പഠിച്ചിനല്ല. അതുകൊണ്ട് അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്ന ടൈം ആയിരിക്കും അവൾക്ക് ഷോക്ക് ആവുന്നുണ്ടാവുക. സംഭവം എന്നാ ഫ്യൂച്ചറിൽ ഇവള് എൻട്രൻസ് എക്സാമിന് വേണ്ടിയിട്ട് പഠിച്ചിട്ടുള്ള ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ആ ഒരു സെയിം ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും ഇവക്ക് ഇപ്പൊ കിട്ടിയിട്ടുണ്ടാവുക. അവളാണെങ്കിൽ ഇനി ഒന്നും തിങ്ക് ആക്കണ്ട, ഇതിന്റെ എല്ലാം ആൻസർ അറിയാലോ എന്നുള്ള രീതിയിൽ മൊത്തം ആൻസറും എഴുതുന്നുണ്ടാവും. അങ്ങനെ ഇവരെ റിസൾട്ട് വരുന്ന ടൈം എപ്പോ ഫസ്റ്റ് വരുന്ന നമ്മുടെ സാങ് ആണെങ്കിൽ സെക്കൻഡ് ആയിരിക്കും. നമ്മളെ പെണ്ണ് ഫസ്റ്റ് ആരായിരിക്കും എന്ന് വിചാരിച്ചിട്ട് നോക്കുന്ന ടൈം ആരായിരിക്കും? നമ്മളെ പെണ്ണ് തന്നെ. എപ്പം സാങ് വന്നിട്ട് ഇപ്പൊ നമ്മളെ പെണ്ണ് ഫസ്റ്റ് വരുന്ന ടൈം എല്ലാവർക്കും ഭയങ്കര അത്ഭുതമായിരിക്കും. എല്ലാവർക്കും പോട്ടെ, ആ ഒരു ടാങ് ഇല്ലേ അവക്ക് അത്ഭുതത്തിനെയും കാട്ടി കൂടുതൽ കുശുമ്പായിരിക്കും. ടാങ് എന്നാ സുമ്മാവാ, അവള് സുമ്മാവ് നിൽക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. അവളാണെങ്കിൽ നമ്മളെ പെണ്ണിനെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. അവളാണെങ്കിൽ പറയും നീ ഇങ്ങനെ ചീറ്റ് ചെയ്തിട്ടില്ലേ, നീ ഇങ്ങനെ കോപ്പി അടിച്ചിട്ടില്ലേ, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ പെണ്ണിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ലിന്നിനാണെങ്കിൽ ദേഷ്യത്തിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തുന്നുണ്ടെങ്കിൽ കൂടി അവൾ ഒന്നും പറയില്ല. ഇതേ ടൈം ആയിരിക്കും നമ്മളെ യു ആണെങ്കിൽ വന്നിട്ട് നമ്മളെ ലിന്ന് പെണ്ണിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവുക. ലിന്നാണെങ്കിൽ പറയും നീ ഒരു കാര്യത്തിന് ഇടപെടേണ്ട ഒരാവശ്യമില്ല, നീ ഇവിടുന്ന് പോയിക്കൊന്നു പറയേ. പക്ഷെ യു ആണെങ്കിൽ ഈ ഒരു ടാങ് പെണ്ണിനെന്നാ പറയാ ഭയങ്കര നാണം കെടുത്തി വിടുന്നുണ്ടാവുമായിരിക്കും. ടാങ്ങിന് മനസ്സിലാകും യു ഇവിടെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലിന്നിനോട് സംസാരിക്കാൻ പറ്റൂല എന്ന് മനസ്സിലാക്കുന്ന ടൈം ടാങ് ആണെങ്കിൽ അവിടുന്ന് നാണം കെട്ടിട്ട് പോകുന്നുണ്ട്. അവള് പോയ പാട് ലിന്നാണെങ്കിൽ അവിടുന്ന് നടന്നിട്ട് പോകുകയെ അവളെ പിന്നാലെ തന്നെ യു വരുന്ന ടൈം ലിന്നാണെങ്കിൽ പറയും നീ ഇങ്ങനെ എന്റെ പിന്നാലെ തന്നെ വരേണ്ട ഒരാവശ്യമില്ല, നിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിക്കുക. അതേ ടൈം യു ആണെങ്കിൽ പറയും ഞാൻ നിന്റെ അടുത്ത് നിന്ന് പോയിട്ടുണ്ടെങ്കിൽ പലരും നിന്റെ അടുത്ത് വന്നിട്ട് നിന്നെ കളിയാക്കാനും ടീസ് ചെയ്യാനും ഒക്കെ ശ്രമിക്കും, അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് പോകാത്തത്. അത് മാത്രമല്ല ഇന്നലെ മൊത്തം ഞാൻ നിന്നെ ഇങ്ങനെ വിളിച്ചോണ്ട് പക്ഷേ നിന്റെ ഫോൺ ഭയങ്കര ബിസി ആണല്ലോ എന്ന് ചോദിക്കുന്ന ടൈം നമ്മളെ ലിന്നാണെങ്കിൽ പറയും അതിങ്ങനെ ബിസി ആയിട്ടല്ല, ഞാൻ നിന്നിങ്ങനെ ബ്ലോക്ക് ചെയ്തതാണ്, നമ്മൾ രണ്ടാളും ജസ്റ്റ് ക്ലാസ്മേറ്റ്സ് മാത്രമല്ലേ, പിന്നെ എന്തിനാ നീ എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത്, പിന്നെ നമുക്ക് സ്കൂളിൽ നിന്ന് പറയുന്നതിനെയും കാട്ടി കൂടുതൽ ഒന്നും വീട്ടിൽ വന്നിട്ട് ഫോൺ വിളിച്ചിട്ട് സംസാരിക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ നീ എന്നെ വിളിച്ചാലോ ടെക്സ്റ്റ് ചെയ്താലോ ഞാൻ ഇങ്ങനെ റിപ്ലൈ തരാൻ പോകുന്നില്ല എന്ന് പറയേ. ടൈം അവന് സങ്കടമായിട്ട് അവനാണെങ്കിൽ ചോദിക്കും നിനക്കപ്പോ എന്നോട് വേറൊരു തരത്തിലത്തെ ഇഷ്ടമില്ലേ എന്ന് ചോദിക്കുന്ന ടൈം അവളാണെങ്കിൽ പറയും എനിക്ക് നിന്നോട് അങ്ങനത്തെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു, പക്ഷെങ്കിൽ ഇപ്പൊ എനിക്ക് നിന്നോട് ഒരു തരത്തിലത്തെ ഇഷ്ടമില്ല, നീ ജസ്റ്റ് എന്റെ ക്ലാസ്മേറ്റ് മാത്രമാണെന്ന് പറഞ്ഞിട്ട് അവൾ അവിടുന്ന് പോകും. ഇത് കേൾക്കുന്ന ടൈം നമ്മളെ യു ചെക്കനും ഭയങ്കരമായിട്ട് സങ്കടം. കാണുന്നത് സ്റ്റാഫ് റൂമിലായിരിക്കും. ഈ ഒരു ടാങ്ങിനാണെങ്കിൽ യുവിന്റെ മുന്നിൽ നിന്ന് സംസാരിച്ചിട്ട് ജയിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇതിന് ടാങ് ആണെങ്കിൽ ലിൻ ഇങ്ങനെ കോപ്പി അടിച്ചെന്ന് പറഞ്ഞിട്ട് അവരെ ക്ലാസ് ആറോട് പറയുന്നുണ്ടാവും. അതേ ടൈം ലിൻ ആണെങ്കിൽ പറയും ഞാൻ ഇങ്ങനെ പഠിച്ചിട്ടാണ് എക്സാം എഴുതിയത്, ഞാൻ ഒരു ചീറ്റിങ്ങും ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ടൈം ടാങ് ആണെങ്കിൽ സമ്മതിക്കുന്നുണ്ടാവില്ല. നമ്മളെ സാറിനാണെങ്കിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, സാറിനാണെങ്കിൽ ലിന്ന് പഠിച്ച് എഴുതിയ പോലത്തെ ഒരു ഭാവമല്ലേ, അങ്ങനത്തെ ഒരു ഭാവമായിരിക്കും. പക്ഷെ ടാങ് അങ്ങനെയല്ല, ടാങ് ആണെങ്കിൽ നമ്മളെ ലിന്നിനെ കുറ്റപ്പെടുത്തിക്കോട് നിൽക്കുന്നുണ്ടാവുമായിരിക്കും. ഇതേ ടൈം ആയിരിക്കും സാങ് ആണെങ്കിൽ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ടാവുക ഈ ഒരു ലിൻ ആണെങ്കിൽ എൻ്റെ മുന്നിൽ ഇരുന്നിട്ടാണ് എക്സാം എഴുതിയത്, അവളാണെങ്കിൽ ഒരു ചീറ്റിങ്ങും ചെയ്തിട്ടില്ല, എല്ലാ കാര്യങ്ങളും ഞാൻ കണ്ടിന്യൂ എന്ന് പറയുന്ന ടൈം ടാങ് പിന്നെയും കുത്തിത്തിരിപ്പുണ്ടാക്കുക. പക്ഷെ സാങ് ആണെങ്കിൽ അവളെ മൈൻഡ് ആക്കാണ്ട് നമ്മളെ ലിന്നിനെ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കുന്നുണ്ടാവുമായിരിക്കും. ഇത് കേൾക്കുന്ന ടൈം സാറാണെങ്കിൽ പറയും നിങ്ങളെ ക്ലാസ് ലീഡർ തന്നെ ഈ ഒരു പെണ്ണ് കോപ്പി അടിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്, പിന്നെ എന്നാ കുഴപ്പം എല്ലാവരും പോയിക്കോന്ന് പറഞ്ഞിട്ട് എല്ലാവരും പറഞ്ഞു വിടുകയെ. ഈ ഒരു പ്രാവശ്യം നമ്മളെ ടാങ് പാവം ശശിയാവുന്നുണ്ടാവും. അങ്ങനെ നമ്മളെ ചെക്കനും പെണ്ണും ക്ലാസ്സിൽ പോകുന്ന ടൈം അവളാണെങ്കിൽ സത്യസന്ധമായിട്ടുള്ള കാര്യം പറയാൻ പോകുന്നുണ്ടാവും. അതായത് ഇവളെ ഫ്യൂച്ചറിൽ നടന്നിട്ട് ഇവളാണെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിന് അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് ഫസ്റ്റ് ഇവള് പറയാൻ നോക്കുന്ന ടൈം അവനിങ്ങനെ ഓരോന്നും പറഞ്ഞിട്ട് സബ്ജക്റ്റ് മാറ്റി അവസാനം അവളാണെങ്കിൽ അവനെ പിടിച്ചു വെച്ചിട്ട് സംഭവം പറയുന്നുണ്ടാവുമായിരിക്കും. അതേ ടൈം സാങ് ആണെങ്കിൽ പറയും പാസ്റ്റ് എന്ന് വെച്ചാൽ എന്തെങ്കിലും ആയിക്കോട്ടെ, ഇനി വരാൻ പോകുന്ന എക്സാമിന് നീ ഇങ്ങനെ ഇരുന്ന് പഠിച്ചോ, എനിക്ക് ബാക്കി ഒന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവളെ പഠിപ്പിക്കുന്നുണ്ടാവുമായിരിക്കും. ഇതേ ടൈം അങ്ങോട്ടേക്ക് നമ്മളെ ഗാവു ആണെങ്കിൽ ഭയങ്കര കട്ട കലിപ്പില് വരുന്നുണ്ട്. ശരിക്കും എന്നാന്ന് ഇങ്ങനെ ഗാവോ ദേഷ്യം പിടിച്ചിട്ട് വരുന്നതെന്ന് മനസ്സിലാവുന്നുണ്ടാവില്ലേ. പിന്നെ നമ്മൾ കാണുന്നത് ഇവര് മൂന്നാളും കൂടിയിട്ട് ബസ്സിൽ എവിടെയോ പോകുന്നതായിരിക്കും. അതേ ടൈം ആയിരിക്കും എന്നാ സംഭവം എന്ന് മനസ്സിലാവുന്നുണ്ടാവും. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബെഞ്ചിമേറ്റിന്റെ ഡ്രീം എന്ന് വെച്ചാൽ ഒരു ക്രോസ് ടോക്കർ ആവണം എന്നായിരിക്കും. അതിന് വേണ്ടിയിട്ടായിരിക്കും
അവനൊരു ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് പോയിട്ടുണ്ടാവുക. അവിടെ പോകണ്ട, അതിങ്ങനെ എന്തെങ്കിലും ട്രാപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഇല്ലീഗൽ ആയിട്ടുള്ള സംഭവമായിരിക്കും, അതുകൊണ്ട് നീ പോവണ്ട എന്ന് ഗാവോ ഒരു 1000 വട്ടം പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും. പക്ഷെ നമ്മളെ ബെഞ്ചിമേറ്റിനാണെങ്കിൽ അവന്റെ ഡ്രീം വലുതായത് കൊണ്ട് തന്നെ അവൻ അങ്ങോട്ടേക്ക് പോകുന്നുണ്ടാവുമായിരിക്കും. സംഭവം അവരാണെങ്കിൽ ഭയങ്കര ചീറ്റേഴ്സ് ആയിരിക്കും. അവരാണെങ്കിൽ നമ്മളെ ബെഞ്ചിമേറ്റിനോട് പറഞ്ഞിട്ട് അവന്റെ അച്ഛനോട് ഇങ്ങനെ പൈസ അയക്കാൻ പറയുന്നുണ്ടാവുമായിരിക്കും. നമ്മളെ ബെഞ്ചിമേറ്റ് ആണെങ്കിൽ കുറച്ച് ബുദ്ധി ഉപയോഗിച്ചിട്ട് അവനാണെങ്കിൽ നമ്മളെ ഗാവോനെ വിളിച്ചിട്ടാണെങ്കിൽ പറയും, സിസ്റ്റർ, അതായത് അവരെ പറ്റിക്കണ്ടിട്ടാണ്, സിസ്റ്റർ നിങ്ങളിങ്ങനെ പൈസ എടുത്തിട്ട് ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് വരണം എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടാവുമായിരിക്കും. ആ ഒരു കാര്യം നമ്മളെ ഗാവോ ആണെങ്കിൽ ഇവരോട് എല്ലാവരോടും പറയും. അങ്ങനെ ഇവര് 3 ആളും കൂടിയിട്ട് നമ്മളെ ചെക്കനെ രക്ഷപ്പെടുത്താൻ പോകുന്നതായിരിക്കും. പക്ഷേ അത്ര പെട്ടെന്ന് അവിടുന്ന് നമ്മളെ ചെക്കനെ രക്ഷപ്പെടുത്താൻ പറ്റില്ല. ലിന്നും ഗാവോ ആണെങ്കിൽ ബെഞ്ചിമേറ്റിന്റെ സിസ്റ്റർ ആണെന്നുള്ള രീതിയിൽ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അവർക്ക് ബെഞ്ചിമേറ്റ് ഇങ്ങനെ രക്ഷപ്പെടും എന്ന് വിചാരിച്ചിട്ട് അവന്റെ കൂടെ അവിടെയുള്ള ഒരാളും കൂടി ഉണ്ടാവും. ലിന്നും ഗാവോ ആണെങ്കിൽ പക്കാ സിസ്റ്റേഴ്സിനെ പോലെ ആയിരിക്കും പെരുമാറുന്നുണ്ടാവുക. അതേ ടൈം നമ്മളെ ഗാവോ ആണെങ്കിൽ പറയും, ബെഞ്ചിമേറ്റ് നീ പേടിക്കേണ്ട ഒരാവശ്യമില്ല, ഇവിടെ നിനക്ക് ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല, നമ്മളിങ്ങനെ പൈസ എടുത്തിട്ട് വന്നേന്ന് പറയേ. അപ്പൊ ബെഞ്ചിമേറ്റിന്റെ കൂടെ അയാളാണെങ്കിൽ പറയും, ഇവിടെ എന്ത് പ്രശ്നമാണ്, ഇവിടെ ഒരു പ്രശ്നമില്ല, വെറുതെ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട അതൊന്നും പറയുന്ന ടൈം ഗാവോക്കാണെങ്കിൽ ദേഷ്യം പിടിക്കുക. ഗാവോ ആണെങ്കിൽ പറയും, എനിക്ക് ഇവിടെ എന്നാ നടക്കാൻ പോകുന്നത് എല്ലാ കാര്യങ്ങളും അറിയാം, അതുകൊണ്ട് ബെഞ്ചിമേറ്റ് നീ ഇവിടെ ഇരിക്കേണ്ട ഒരാവശ്യമില്ല, വാ നമുക്ക് വീട്ടിലേക്ക് പോകാമല്ലോ എന്നൊന്നും പറയേ. ഇവരാണെങ്കിൽ പെട്ടെന്ന് അവിടുന്ന് രക്ഷപ്പെടാന്നായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷെങ്കിൽ അവിടെയുള്ള എല്ലാരും കൂടിയിട്ട് ഇതുപോലെ മൂടുന്നുണ്ടാവും. നമ്മളെ ഗാവോ ആണെങ്കിൽ പറയും, ഓ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ കൂടെ ഫൈറ്റ് ചെയ്യണം, വാ ഫൈറ്റ് ചെയ്യാലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ കാണുന്നത് 3 എണ്ണത്തിനെയും കെട്ടിയിട്ടിട്ടായിരിക്കും. എങ്ങനെയാ കെട്ടിവെച്ചെന്ന് വെച്ചാൽ നമ്മളെ ബെഞ്ചിമേറ്റിനെയും ഗാവോനെയും നമ്മളെ ലിന്നിനെ വേറെ സ്ഥലത്ത് നല്ല ആ ഒരു റൂമിൽ വേറെ ഏരിയയിൽ, അതായത് ഇതേപോലെ ആയിരിക്കും കെട്ടിവെച്ചിട്ടുണ്ടാവുക. അതേ ടൈം ഗാവോനെ ആണെങ്കിൽ ബെഞ്ചിമേറ്റ് ചീത്ത പറയുന്നുണ്ട് അവർക്ക്. കാരണം ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയത് കൊണ്ടാണല്ലോ ഇവരിങ്ങനെ പെട്ടുപോയിട്ടുണ്ടാവുക. അതേ ടൈം ഗാവോ ആണെങ്കിൽ പറയും, നീ ഇങ്ങനെ പേടിക്കേ വേണ്ട, ഞാൻ വിചാരിച്ച് ഇവരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണെന്ന്. സ്കൂളിൽ നിന്നാണെങ്കിൽ ആ ഒരു പെമ്പിളറെ മുടി പിടിച്ച് വലിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഫൈറ്റ് അവിടെ തീരും. പക്ഷേ ഈ ഒരു കുരുപ്പുങ്ങളെ മുടി ഭയങ്കര കുഞ്ഞല്ലേ, അതുകൊണ്ടാണ് എനിക്ക് അടി കഴിയാൻ പറ്റാണ്ടിരുന്നത്. പക്ഷേ നമ്മൾ ഉറപ്പായിട്ട് രക്ഷപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ചെക്കനാണെങ്കിൽ ഇങ്ങനെ മോട്ടിവേഷൻ കൊടുത്തോണ്ട് നിൽക്കുന്നുണ്ട്. നമ്മളെ ലിന്നാണെങ്കിൽ പറയുന്നുണ്ട്, എടാ മണ്ട, അവള് മാത്രമല്ല ഞാനും കൂടി നിന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടിട്ട് ഇവിടെ പെട്ടുപോയിട്ടാളേ നിന്ന്. അതേ ടൈം നമ്മളെ ബെഞ്ചിമേറ്റ് ആണെങ്കിൽ പറയും, എടി ഈ ഒരു ജന്മത്തിൽ എനിക്ക് ഇത്ര ധൈര്യമുള്ളൂ, നിങ്ങളെല്ലാം രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന് വരെ എനിക്കറിയില്ല, പക്ഷേ അടുത്ത ജന്മത്തിൽ ഇതെല്ലാം തീർത്തിട്ട് ഞാൻ നിങ്ങളെ ഉറപ്പായിട്ട് രക്ഷപ്പെടുത്തും എന്നൊക്കെ പറയുന്നുണ്ടാവുമായിരിക്കും. ഇതേ ടൈം നമ്മളെ ചെക്കൻ്റെ പേരൻസും അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവും. സംഭവം എന്നാ ഇവർ 2 ആളും മാത്രമല്ലേ അകത്ത് പോയിട്ടുള്ളൂ, നമ്മളെ സാങ് ചെക്കൻ പുറത്താണല്ലോ ഉള്ളത്. ഇവരാണെങ്കിൽ പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും, നമ്മളാണെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ പുറത്ത് വന്നിട്ടില്ലെങ്കിൽ നിങ്ങളിങ്ങനെ പേരൻസിനെ നമ്മളെ ക്ലാസ് സാറിനെയും കൂട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വരണമെന്ന്. അതുകൊണ്ടായിരിക്കും നമ്മളെ സാങ് ആണെങ്കിൽ ഇവരെല്ലാം കൂട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മളെ പിള്ളേരാണെങ്കിൽ രക്ഷപ്പെടുന്നുണ്ടാവും. പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞിട്ട് 4 ആളും കൂടിയിട്ട് നമ്മളെ ബെഞ്ചിമേറ്റിന്റെ ആ ഒരു രഹസ്യ സ്ഥലമില്ലേ അങ്ങോട്ടേക്ക് പോകുന്നുണ്ടാവും. അതേ ടൈം ബെഞ്ചിമേറ്റ് ആണെങ്കിൽ പറയും, ഈ ഒരു പ്രശ്നം നടന്നത് കൊണ്ട് തന്നെ ഇനി മുതൽ എൻ്റെ അച്ഛനാണെങ്കിൽ എന്നെ ഓഡീഷൻ ഒന്നും വിടൂല എന്നാ പറയുന്ന ടൈം നമ്മളെ ലിന്നാണെങ്കിൽ പറയും, നീ പേടിക്കേ വേണ്ട, നീ ഫ്യൂച്ചറിൽ ഉറപ്പായിട്ട് ഒരു ക്രോസ് ടോക്കർ ആകും, അതെന്റെ വാക്കാണ്. ആ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഫയർ വർക്ക് കാണാൻ പോകാമല്ലോ എന്ന് പറഞ്ഞിട്ട് 4 എണ്ണം കൂടിയിട്ട് ശരിക്കും ഫയർ വർക്ക് കാണാൻ പോകുന്നുണ്ടാവും. അവിടെ എത്തുന്ന ടൈമിൽ ലിന്നാണെങ്കിൽ പറയും, ഈ ഒരു ഫയർ വർക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും അത് ഉറപ്പായിട്ട് നടക്കുമെന്ന് പറയുന്ന ടൈം നമ്മളെ പിള്ളേർ ഫസ്റ്റ് വിശ്വസിക്കുന്നുണ്ടാവില്ല. പിന്നെ എന്തായാലും ഇവള് പറഞ്ഞത് കൊണ്ട് തന്നെ നമ്മളെ സാങ് ആണെങ്കിൽ പറയും, എനിക്കിങ്ങനെ ലിന്നിന്റെ കൂടെ പോയിട്ട്, അതായത് ഇവർക്ക് 2ക്കും ഒരേ കോളേജിൽ ഇങ്ങനെ അഡ്മിഷൻ എടുക്കണം എന്നായിരിക്കും നമ്മളെ സാങ്ങിന്റെ ആഗ്രഹം. അതുപോലെ തന്നെ ബെഞ്ചിമേറ്റിന്റെ ആഗ്രഹം ഞാൻ പറയണ്ടല്ലോ, ഒരു വലിയൊരു ക്രോസ് ടോക്കർ ആകണമെന്ന്. അതുപോലെ തന്നെ നമ്മളെ ഗാവോന്റെ ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ഡ്രോയിങ് ഭയങ്കര ഇഷ്ടമാണല്ലോ, അവൾ മരിക്കുന്നത് വരെ അവൾക്ക് അതായത് ഇങ്ങനെ ചിത്രം വരയ്ക്കാൻ പറ്റണമെന്നായിരിക്കും നമ്മളെ ഗാവോന്റെ ആഗ്രഹം. അവസാനം നമ്മളെ ലിന്നായിരിക്കും അവളെ ആഗ്രഹം പറയേണ്ടത്. അവളെ ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ എല്ലാവരും ആഗ്രഹം സാധിക്കണം എന്നായിരിക്കും. ഇവർ 4 ആളും അവിടെ കുറേ നേരം വെറുതെ നിൽക്കുന്നുണ്ടാവും. അവർക്ക് 4 ആൾക്കും ഭയങ്കര സന്തോഷമായിരിക്കും ആ ഒരു ടൈം. എൻട്രൻസ് എക്സാമിന് 2 ദിവസം മുന്നിലത്തെ ഒരു കാര്യമായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക. എല്ലാവരും പഠിക്കുന്ന ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ നല്ല ഉറക്കായിരിക്കും. അതേ ടൈം അവക്കാണെങ്കിൽ ഒരു സ്വപ്നം വരുന്നുണ്ടാവും. സംഭവം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ലൈറ്റ് ഹൗസിലാണെങ്കിൽ അവൾ പോയിട്ട് നമ്മളെ സാങ്ങിനെ വേണ്ടിയിട്ട് പരത്തുന്നുണ്ടാവും. അവളാണെങ്കിൽ സാങ് നീ എവിടെയാ നിങ്ങൾ കരഞ്ഞോട് നിൽക്കുന്നുണ്ടാവും. പക്ഷെ നമ്മളെ സാങ്ങിന്റെ മറുപടി ഒന്നും കേൾക്കുന്നുണ്ടാവില്ല. അവളിങ്ങനെ സങ്കടപ്പെട്ടിട്ട് നിൽക്കുന്ന സ്ഥലത്തായിരിക്കും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുക. ഇനി എന്തെല്ലാം സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല, അതൊക്കെ അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പൊ എല്ലാവർക്കും ബൈ.